ഇവിടെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം കൺസ്ട്രക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗം സൂചിപ്പിച്ചതാണ്. അതൊന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട പദ്ധതികൾ, റോഡുകൾ, റെയിൽവേ ആവശ്യങ്ങൾ, ഇവയ്ക്കെല്ലാമുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അത് വേഗതയിലാക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കണം. ഇനിയുള്ള മാസങ്ങൾ ത്വരിതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുകയാണ് വേണ്ടത്. അതിന് സഹായകമായ നിലപാട് പൊതുവെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. നേരത്തെ നിങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു ഈ നദികളുടെ കാര്യം. അപ്പോൾ അത് പല ആവർത്തി നമ്മളെ ലെവലിൽ തീരുമാനങ്ങളൊക്കെ ആയ കാര്യമാണ്. നേരത്തെ പറയുമ്പോൾ ഒരു സൂചന നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു. അത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ ലഭ്യമായിട്ടുള്ള ഡിസ്ട്രിക്ട് മൈനിങ് ഫണ്ടാണ്. ഇത് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നൊരു ഫണ്ടാണ്. അതിന് സാധിക്കുന്നത് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് കോട്ടയത്തുള്ളൊരു സ്ഥാപനം നമുക്കുണ്ട്. നമ്മുടെ സ്ഥാപനമാണ്, സർക്കാർ സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനം മുഖേന ജില്ലാ തലത്തിൽ കാലാവസ്ഥാ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെ നടത്തണമെന്ന് പരിശോധിച്ച് അതിന് അത് ജില്ലയിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ആ സ്ഥാപനത്തെ ബന്ധപ്പെട്ട് ആ ഫണ്ട് ഉപയോഗിക്കുന്ന നിലയെടുക്കുന്നതായിരിക്കും നന്നാകുക. ഇവിടെ അപ്രതീക്ഷിതമായ കാലാവസ്ഥ വ്യതിയാനങ്ങൾ പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ പറ്റും. അതൊക്കെ ഇത്തരം ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടാൽ കൃത്യമായ വിവരം നമുക്ക് ലഭ്യമാകും. അപ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ആലോചിച്ച് ആവശ്യമായ നടപടി സ്വീകരിച്ച് ഈ ഫണ്ട് അങ്ങനെ കയ്യിൽ കിടക്കണ്ട, ചെലവഴിക്കുന്നതാണ് നല്ലത്. ചെലവഴിക്കാനുള്ള നടപടി എടുത്തു പോകണം. പിന്നെയുള്ളത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അത് വർദ്ധിക്കുന്ന അവസ്ഥ തന്നെയുണ്ട്. മറ്റ് വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് ഏകോപിതമായ പ്രവർത്തനം നല്ലതുപോലെ നടത്താൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഫയൽ തീർപ്പാക്കൽ നേരത്തെ നിങ്ങൾ താലൂക്ക് അടിസ്ഥാനത്തിൽ പോയി ചില പരാതി പരിഹാര നടപടികളൊക്കെ സ്വീകരിച്ചതാണ്. അത് ചിലപ്പോൾ വീണ്ടും നമ്മൾ ആരംഭിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം കളക്ട്രേറ്റിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാനുള്ള പ്രത്യേക പരിപാടിയും അതിനൊരു സമയപരിധിയും നിങ്ങൾ നിശ്ചയിച്ച് പോകുന്നത് നന്നായിരിക്കും. ഭൂമി തരം മാറ്റൽ പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഭൂമി തരം മാറ്റമുണ്ടല്ലോ. അതിലൊന്ന് BTRൽ നിലമെന്ന് രേഖപ്പെടുത്തിയ സ്ഥലം, അവർക്കത് പുരയിടന്ന് മാറ്റി കൊടുക്കണം. യഥാർത്ഥത്തിൽ പുരയിടാണ്, അവരുടെ കയ്യിൽ എത്രയോ കാലമായിട്ട് കിടക്കുകയാണ്, പറമ്പായിട്ട് കിടക്കുകയാണ്, രേഖയിൽ നിലമാണ്. ഇത് നെൽവയൽ നിർമ്മാണ നിയമം വരുന്നതിന് മുൻപ് തന്നെ, അതിനും എത്രയോ മുൻപ് നികത്തപ്പെട്ട കാര്യമാണ്. അപ്പം സാങ്കേതികമായി ഇതൊരു പുരയിടന്നാക്കി കൊടുക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വലിയ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. പിന്നെ നെൽവയൽ നികത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ 5 സെൻറ്റ് സ്ഥലം അവിടെ വീട് വെക്കാനുള്ള അപേക്ഷ, 5 സെൻറ്റ് നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ 10 സെൻറ്റ്, ആ അപേക്ഷകൾ പ്രത്യേകം മുൻഗണന നൽകി ഒരാഴ്ച കൊണ്ട് തന്നെ അതിന് തീരുമാനം കൊടുക്കുന്ന നിലയുണ്ടാവണം. അതിനൊരു താമസവും ഉണ്ടാക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, ഈ ഭൂമി തരം മാറ്റുന്നതിന് 25 സെൻറ്റ് വരെ നേരത്തെ ഇളവ് അനുവദിച്ചിരുന്നു.
ആ 25 സെൻറ്റ് സർക്കാർ ഉദ്ദേശിച്ചത് 25 സെൻറ്റ് മാത്രം ഉള്ളവർക്ക് തരം മാറ്റുന്നതിന് ഫീസ് വേണ്ടെന്നായിരുന്നു. പക്ഷേ കോടതി അത് ഈ വൈദ്യുതിയുടെ ചാർജ് ഈടാക്കും പോലെ എന്നാണെന്ന് പറഞ്ഞു. ആ 25 സെൻറ്റ് എല്ലാവർക്കുമാണ്. 25 സെൻറ്റിൽ കൂടുതലുണ്ടെങ്കിലും 25 സെൻറ്റിന് ഫീസില്ല. ഇപ്പോൾ അതാണ് നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 25 സെൻറ്റ് വരെയുള്ളവർക്ക് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് തരം മാറ്റി കൊടുക്കാമല്ലോ. അതിനൊരു സമയപരിധി വെച്ച് വളരെ വേഗത്തിൽ അത് തീരുമാനമാക്കി കൊടുക്കുന്ന നില സ്വീകരിക്കാനാവണം. സുതാര്യമായിട്ട് തന്നെ അപേക്ഷകർക്ക് തീരുമാനങ്ങൾ ലഭിക്കുന്ന നിലയുണ്ടാവണം. അവരെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇന്നതാണ് യഥാർത്ഥ തടസ്സം എന്നത് പറയാനും പറ്റണം. അപ്പോൾ അതിനൊരു ഏകോപിതമായ നില ഉണ്ടാക്കാനാകണം. അതിലൊന്ന് റവന്യൂ ആണ്, മറ്റൊന്ന് കൃഷിയാണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടൊരു ഏകോപന നില ഈ കാര്യത്തിൽ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് കളക്ടർമാർക്കും സഹായകരമായിരിക്കും ആ കാര്യത്തിൽ. പിന്നെയുള്ളത് മാലിന്യമുക്ത നവകേരളവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനവും വിശദമായി ഡിസ്കസ് ചെയ്തതാണ്. ഇതിലൊക്കെ നാട്ടിൻ്റെ എല്ലാവരുടെയും പങ്കാളിത്തം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. ഇവിടെ വില നിലവാര പട്ടിക നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മാർക്കറ്റുകളിൽ വില നിലവാര പട്ടിക വെക്കുന്നത് പൊതുവെ സഹായകരമായിരിക്കും. ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം. അവരോടും പറയാം, നിങ്ങളും കലക്ടർമാരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ജില്ലകളിലെ വാഹനാപകടം പെരുകുന്ന കൂട്ടത്തിൽ ട്രാഫിക് നിയന്ത്രണം ഫലപ്രദമാക്കുക, അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു നല്ല അവസ്ഥ പൊതുവെ സർവീസ് മേഖലയിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ആദ്യം പറഞ്ഞതുപോലെ അഴിമതി ഒരു തരത്തിലും തീണ്ടാത്ത പ്രവർത്തനങ്ങൾ എല്ലായിടങ്ങളിലും വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും നന്ദി.